സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിനൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ഒന്നാം പ്രമാണ ലംഘനം അരുത് എന്നതിനെക്കുറിച്ചാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 4-ാം തിരുലിഖിതം, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഈ നിമിഷങ്ങൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ സ്വർഗരാജ്യത്തിൻ്റെ സമാധാനം പകർന്ന് നൽകുന്ന സമയമാണ്. ഒരു വ്യക്തി ഇതാ രേഖപ്പെടുത്തുകയാണ്, എൻ്റെ പേര് റോസമ്മ, വയസ്സ് 72. ഞാൻ ഈ കത്ത് എഴുതുന്നത് ദൈവം എന്നിൽ ചൊരിഞ്ഞ അത്ഭുതകരമായ ഒരു സമാധാനം അറിയിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഏതാണ്ട് 50 വർഷത്തോളമായി അനുഭവിച്ചുകൊണ്ടിരുന്ന കലശലായ ചുമ ഏതാണ്ട് 2.5 വർഷം മുമ്പ് ടി വിയിൽ കൂടി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വചനപ്രഘോഷണവും ആരാധനയും കൂടിയ സമയത്ത് എന്നിൽ നിന്ന് പരിപൂർണമായി വിട്ടുപോയി. 2.5 വർഷം കാത്തിരുന്നിട്ടും ആ രോഗം പിന്നെ എന്നെ ഒരിക്കലും അലട്ടിയിട്ടില്ല. അതെന്നിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറിയെന്ന ബോധ്യത്തോടെ ഇപ്പോൾ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ അവ സാക്ഷ്യപ്പെടുത്തുന്നു. റോസമ്മ ചേടത്തി, 72 വയസ്സുള്ള റോസമ്മ ചേടത്തി ഇത് എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്നത് പോലെ 2.5 വർഷം മുമ്പ് ഇതുപോലൊരു കൂട്ടായ്മയിൽ പങ്കാളിയാകാൻ ദൈവം ഈ റോസമ്മ ചേടത്തിയെ തിരഞ്ഞെടുത്തു. റോസമ്മ ചേടത്തി വചനം കേട്ടു, ആരാധന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഹൃദയം നുറുങ്ങി യേശുവേ എന്ന് വിളിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ ഇടപെടൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ദൈവം ജീവിതത്തിലേക്ക് നൽകി. 50 വർഷമായുണ്ടായിരുന്ന കലശലായ ചുമ തൽക്ഷണം ശരീരത്തിൽ നിന്ന് വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും 2 കരങ്ങൾ ഉയർത്തി, കുടുംബത്തിലെ അവസ്ഥ എന്തു തന്നെയാണോ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയാണോ, ആത്മാവിൻ്റെ സ്ഥിതി എന്താണോ, അത് ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്വർഗം തുറന്ന് ഈ ദാസന്മാരുടെ മേൽ അഗ്നി അഭിഷേകത്തെ ചൊരിയണമേ കർത്താവേ. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. ഈ ദൈവമക്കൾക്ക് ദൈവവചനം കേട്ട് അനുദപിച്ച് ദൈവരാജ്യത്തിലേക്ക് പിന്തിരിയാൻ തടസ്സപ്പെടുത്തി സാത്താൻ വെച്ചിരിക്കുന്ന എല്ലാ കെണികളും തന്ത്രങ്ങളും സാത്താന്റെ കൗശലങ്ങളും യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 16-ാം അധ്യായം 4-ാം തിരുലിഖിതം. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് വലിയ പരിജ്ഞാനം ഇല്ലാതിരിക്കുന്നൊരു കാലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002-ാം ആണ്ടിൽ ഞാൻ
പാലക്കാട് രൂപതയിലുള്ള ഒരു കുഞ്ഞ് ഇടവകയിൽ ഇടവക ധ്യാനത്തിന് വേണ്ടി ചെല്ലുന്നത്. അവിടെ ഒരു ടീച്ചർ എൻ്റെ അടുത്തേക്ക് വന്നു. ആ ടീച്ചർ പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പൻ 1998 ദാരുണമാവിധം കൊല ചെയ്യപ്പെട്ടു. എൻ്റെ മൂത്ത ചേച്ചി 1999 ക്യാൻസർ വന്ന് പുഴു പിടിച്ച് അങ്ങനെ ദാരുണമായ വിധത്തിൽ വളരെ വേദന തിന്ന് മരിച്ചു. എൻ്റെ അമ്മ 2001 വളരെ തകർന്ന് ദുരിതം അനുഭവിച്ച് അങ്ങനെ ക്യാൻസർ വന്ന് അമ്മയും മരിച്ചു. ഇനി എനിക്കൊരു ആങ്ങളയുണ്ട്, അവന് 33 വയസ്സ് പ്രായം. അവനും ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ട്യൂമർ രോഗം വന്ന് മരണത്തോട് മല്ലടിച്ച് മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ എന്ന് മാത്രമേ നിശ്ചയിക്കപ്പെടേണ്ടതുള്ളൂ. മരണം കാത്തു കഴിയുകയാണ് എൻ്റെ ആങ്ങള. ഇത്രയും കേട്ടപ്പോൾ എന്നിട്ട് ഈ കുട്ടി പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ഇനി ഞാൻ മാത്രമാണ് വീട്ടിൽ അവശേഷിക്കുന്നത്. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, ചേച്ചി മരിച്ചു, ആങ്ങളെയും ഇതാ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ടീച്ചറെ, ടീച്ചറിൻ്റെ കുടുംബം ഒരു സാധാരണ കുടുംബമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് കാരണം ഉണ്ടാവും ടീച്ചറെ. ടീച്ചർ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് തന്നെ ഈ കാരണം കാണിച്ചു തരും. ഉടനെ ടീച്ചർ പറഞ്ഞു, അച്ഛാ, കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ കൺമുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ടീച്ചറെ കാരണം? ഉടനെ ടീച്ചർ പറയാണ്, എൻ്റെ അമ്മയ്ക്ക് യേശുവിൽ വിശ്വാസമില്ല. ക്രിസ്ത്യാനിയാണ്, ഇടവക്കാരിയാണ്, ഇടവാംഗമാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് യേശുവിലോ വിശുദ്ധന്മാരിലോ മാതാവിലോ സ്വർഗത്തിലോ ഒന്നും വിശ്വാസമില്ല. ചില ഉഗ്രമൂർത്തികൾ, ചില ഉഗ്രപ്രതിഷ്ഠകൾ, അതിലാണ് എൻ്റെ അമ്മയ്ക്ക് വിശ്വാസം. അതുകൊണ്ട് എൻ്റെ അമ്മ എല്ലാ കാര്യത്തിനും ഇന്നെന്ന മൂർത്തികളുടെ അടുത്ത്, ഇന്നെന്ന പ്രതിഷ്ഠകളുടെ അടുത്ത്, ഇന്നെന്ന സ്ഥാനങ്ങളിൽ, ഇന്നെന്ന മന്ത്രവാദികളുടെ അടുത്ത് പോകും. എൻ്റെ അപ്പനെയും എൻ്റെ അമ്മ വലിച്ചുകൊണ്ട് പോകും. എൻ്റെ അപ്പനും ദൈവത്തിൽ കാര്യമായി വിശ്വാസമില്ല. എന്നാൽ ഇങ്ങനെയുള്ള ചില വ്യക്തികളിൽ അപ്പൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുക. എൻ്റെ ചേട്ടനെയും എൻ്റെ ചേച്ചിയെയും അമ്മ ഇങ്ങനെയുള്ള അന്യദൈവ ആരാധനകൾക്കും ഇങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള പൂജകൾക്കും ക്രിയകൾക്കും ആടുവെട്ടിനും അങ്ങനെ കോഴിവെട്ടിനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. എന്നെയും കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് കോൺവെൻറ്റിലെ സിസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മരിച്ചാലും ശരി ജീവൻ പോയാലും ശരി അന്യദൈവ ആരാധനയ്ക്ക് നീ പോകരുത്. അതുകൊണ്ട് ഞാൻ വെക്കേഷന് 10 ദിവസമോ 15 ദിവസമൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടന്ന് അമ്മയ്ക്ക് പിടികൊടുക്കാതെ ഞാൻ വേഗം കോൺവെൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. എൻ്റെ ജീവിതത്തിൽ അന്യദൈവ ആരാധനയ്ക്ക് പോകാൻ എൻ്റെ ദൈവം ഇടവരുത്തിയിട്ടില്ല. എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ അന്യദൈവ ആരാധനയുടെ പരിണത ഫലമാണോ എന്തോ ആ കുടുംബം തകർന്നു തരിപ്പണമായി. ഈ ഒരു കാര്യം കേട്ടപ്പോൾ അന്ന് ഞാൻ ഈ കാര്യം ദൈവസന്നിധിയിൽ വെച്ച് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച്, ദൈവമേ, ബിംബങ്ങളെ ആരാധിക്കാൻ പോയാൽ, പ്രതിമകളെ ആരാധിക്കാൻ പോയാൽ, മണ്ണിനെയും കല്ലിനെയും ആരാധിക്കാൻ പോയാൽ ഒരു ദൈവ പൈതൽ ഇങ്ങനെയൊക്കെ വരുമോ? ഇതായിരുന്നു എൻ്റെ സംശയം. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. നിയമാവർത്തന പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിച്ചു കഴിയുമ്പോൾ, നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്തു കഴിയുമ്പോൾ, എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാനിന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി ശപഥം ചെയ്യുന്നു. യോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും. അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല. നിങ്ങൾ നശിപ്പിക്കപ്പെടും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 25, 26, 27 തിരുലിഖിതം പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി
ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധിയായി മാറിയാൽ, ബിംബാരാധിയായി മാറിയാൽ, മന്ത്രവാദികളുടെയും ക്ഷുദ്രക്കാരൻ്റെയും ആഭിചാരണക്കാരൻ്റെയും ജ്യോതിഷരുടെയും കണിയാമാരുടെ എല്ലാം പിന്നാലെ നീ നിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നൊരു വ്യക്തിയായി നീ രൂപാന്തരപ്പെട്ടാൽ, ഞാനിന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി ശപഥം ചെയ്യുന്നു, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും. ദൈവം മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. ഇത് അത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ദൈവം അറ്റകൈ എന്ന വിധത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വംശം അറ്റുപോകുന്ന പാപമാണ് ഒന്നാം പ്രമാണ ലംഘനം. ഒന്നാം പ്രമാണ ലംഘനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊക്കെയാണ് ഒന്നാം പ്രമാണ ലംഘനങ്ങളിൽ സാത്താൻ ദൈവത്തിൽ നമ്മൾ അകറ്റാൻ വേണ്ടി നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പാപകരമായ രീതികൾ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദേവന്മാരെയും ദൈവമാരെയും ബിംബങ്ങളെയും എല്ലാം ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു ദുഷ്പ്രേരണ. ഇതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 13-ാം തിരുലിഖിതം, അന്യദേവന്മാരുടെ നാമം നീ സ്മരിക്കരുത്, അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഇടവരരുത്. നീ തമാശക്കായിട്ടാണോ പറയണത്? നീ കാര്യമായിട്ടാണോ പറയണത്? നീ അതിനെ ആരാധിക്കാൻ വേണ്ടി പറയണതാണോ അതോ വെറുതെ പറയണതാണോ? ഇതൊന്നും ഇവിടെ ബൈബിൾ പരിഗണിക്കുന്നില്ല. ബൈബിൾ ഔട്ട്റൈറ്റ് ആയിട്ട് ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നിരോധിക്കുകയാണ്. തമാശയ്ക്കായിട്ട് പോലും അന്യദേവന്മാരുടെ നാമം നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടരുത് എന്ന് ദൈവവചനം നിർദ്ദേശം നൽകുകയാണ്. വീണ്ടും നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 24-ാം തിരുലിഖിതം, നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത്. ഒരുപാട് പേര് പറഞ്ഞെങ്ങനെയാണ്, ഞാനിങ്ങനെ മനസ്സുകൊണ്ടൊന്നും ആരാധിച്ചിട്ടൊന്നുമില്ല, മനസ്സുകൊണ്ട് ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വെറുതെ അങ്ങനെ കുമ്പിട്ടിട്ടേ ഉള്ളൂ, അത് കുഴപ്പമുണ്ടോ? വെറുതെ അങ്ങനെ ഒന്ന് വണങ്ങിയിട്ടേ ഉള്ളൂ, കുഴപ്പമുണ്ടോ? ആരാധിച്ചിട്ടൊന്നുമില്ല. എന്താ ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? നീ ആരാധിക്കരുതെന്ന് മാത്രമല്ല, നീ അങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി നിന്റെ ശിരസ്, നിന്റെ തല കുനിച്ച് നീ കുമ്പിട്ട് നിന്നെ തന്നെ അശുദ്ധനാക്കരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലാണ് നാം ഇത് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് അത് ദൈവവചനം നിരോധിച്ചിരിക്കുകയാണ്. ഒന്നാം പ്രമാണ ലംഘനത്തോട് ബന്ധം രണ്ടാമത്തെ പാപമാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കാൻ വേണ്ടി അവലംബിക്കുന്ന മാർഗങ്ങളെ അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. യേശുവിന് പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ, കീർത്തനങ്ങൾക്ക് രൂപപ്പെടുത്തുമ്പോൾ അവരെങ്ങനെയാണ് കീർത്തനം ഉണ്ടാക്കിയിരിക്കുന്നത്, അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് കീർത്തനം ഉണ്ടാക്കുക. ഇവിടെ ധൂപം അർപ്പിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ധൂപം അർപ്പിക്കുന്നത്, അതുപോലെ അനുകരിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് ഇവിടെയും അതുപോലെ ധൂപം അർപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ ഓരോന്നും ദൈവത്തിൻ്റെ വചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 24-ാം വാക്യത്തിൽ വ്യക്തമായി നിരോധിക്കുകയാണ്. അവരുടെ ആചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 4-ാം തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. വീണ്ടും നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം അതിൽ 29 മുതൽ 31 വരെ തിരുലിഖിതങ്ങൾ, നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ
നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. ഇത് കർത്താവ് വ്യക്തമായി പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് അനേകം യൂറോപ്യൻ രാജ്യങ്ങളിൽ തല മറന്ന് എണ്ണ തേക്കുന്ന രീതിയല്ലേ നിലവിലിരിക്കുന്നത്? അനേക സമ്പന്ന കുടുംബങ്ങളിലെ സ്ഥിതി ഇന്ന് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറും കുറച്ച് പാവപ്പെട്ടവരുടെ പാപമാണെന്ന് ചിന്തിക്കരുത്. ഓരോ കാര്യത്തിൻ്റെ പേരും പറഞ്ഞ്, ഓരോ പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞ്, ഓരോ തരത്തിലുള്ള കൾച്ചറിൻ്റെ പേരും പറഞ്ഞ് ദൈവവചനം വ്യക്തമായി നിരോധിച്ചിരിക്കുന്ന പാപങ്ങളെ ഇന്ന് വലിയ പുണ്യങ്ങളായും വലിയ ആദർശമായും വലിയ ശ്രേഷ്ഠമായ കാര്യമായും അവതരിപ്പിച്ച് ഇന്ന് അനേക രാജ്യങ്ങളിലും അനേക ദേശങ്ങളിലും അനേകർ ദൈവജനത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാം പ്രമാണ ലംഘനത്തോട് ബന്ധപ്പെട്ട മറ്റൊരു പാപമാണ് ജ്യോത്സ്യന്മാരെയും ശകുനക്കാരെയും കണിയാന്മാരെയും സമീപിച്ച് അശുദ്ധരാകുന്ന പാപം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു ഉന്നതനായൊരു വ്യക്തി എന്നോട് വന്ന് ചോദിക്കുകയാണ്, അച്ഛാ, ഞങ്ങളുടെ വീട് തൃശ്ശൂർ ദേശത്താണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പശുവിനെ വിറ്റു. എന്നിട്ട് എൻ്റെ ആങ്ങള ആ പശുവിനെ വിറ്റ് കിട്ടിയ 12,000 ഉറുപ്പിക മേശപ്പുറത്ത് വെച്ചു. എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു വന്നപ്പോൾ പണം കാണാനില്ല. ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ. ഭാര്യയോട് ചോദിച്ചു. ഭാര്യയും ഭർത്താവും കൂടെ കംപ്ലീറ്റ് തപ്പി നോക്കി. എന്നാൽ ആ പണം കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ പ്രാർത്ഥനയും ഉപവാസമായിട്ട് കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പണം കിട്ടിയില്ല. അപ്പോൾ അവരുടെ ഭവനത്തിൽ ജോലി ചെയ്യുന്ന അമ്മണി അമ്മ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പണം കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ദാ ഇന്ന സ്ഥലത്ത് ഒരു ജ്യോത്സ്യൻ ഇരിപ്പുണ്ട്, എവിടെ ഉണ്ടെങ്കിലും നുള്ളിയും കൂടെ എടുത്തു തരും. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്കിത് അനുവദിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മണിയമ്മ പറഞ്ഞു, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയാൽ മതി. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അമ്മണിയമ്മ ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, നിങ്ങൾ എൻ്റെ കൂട്ടത്തിലൊന്ന് വന്നാൽ മതി. അങ്ങനെ പകുതി മനസ്സോടുകൂടെ ആ കുടുംബത്തിലെ കുടുംബനാഥയും അമ്മണിയമ്മയും കൂടെ ആ ദേശത്തുള്ള ആ ജ്യോത്സ്യരുടെ കണിയാരുടെയോ മന്ത്രവാദിയുടെ ആരുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആ മന്ത്രവാദി കണ്ണടച്ചങ്ങോട്ട് ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കുടുംബനാഥയ്ക്ക് വലിയ വിശ്വാസമായി. കുടുംബനാഥയോട് പറഞ്ഞു, കുടുംബനാഥനെ കൂട്ടിക്കൊണ്ട് വന്നാൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഈ കുടുംബനാഥ വീട്ടിൽ വന്ന് കുടുംബനാഥനോട് പറഞ്ഞു, ചേട്ടാ, ഇന്ന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മണിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ്, നമ്മുടെ അച്ഛന്മാരാരെങ്കിലും ഇങ്ങനെ പറയുമോ? അതുകൊണ്ട് നമുക്ക് പോകാം. അങ്ങനെ ആ കുടുംബനാഥ വന്ന് കുടുംബനാഥനെ കൂട്ടിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ 2 പേരും കൂടെ ചെന്നപ്പോൾ ആ മന്ത്രവാദി കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രശ്നദക്ഷിണയൊക്കെ സ്വീകരിച്ച് എല്ലാവരെ കീഴ്പ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇന്ന ദിവസം ബുധനാഴ്ച ദിവസം 4 മണി സമയത്ത് ഇന്ന ജനലിൻ്റെ ചുവട്ടിൽ അത് കണ്ടിരിക്കും. കുടുംബനാഥന് വലിയ വിശ്വാസമൊന്നും വന്നില്ല. കുടുംബനാഥയ്ക്ക് ഇപ്പം പെരുത്ത വിശ്വാസമാണ്. എന്തായാലും അവർ തിരിച്ചു പോന്നു. കുടുംബനാഥൻ പിന്നെ പല പണികളൊക്കെ ചെയ്ത് അങ്ങനെ കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിങ്കളാഴ്ച കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി, പൈസ കിട്ടിയിട്ടില്ല. ഉച്ചയായി, പൈസ കിട്ടിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ ഈ കണിയാർ എങ്ങനെ പറഞ്ഞോ അതുപോലെ ആ ജനലിൻ്റെ ചുവട്ടിൽ 12,000 ഉറുപ്പികയും കിടക്കുകയാണ്. ഇവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് വിശ്വാസം വർദ്ധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവരിതിനോടകം പള്ളി പോയി പ്രാർത്ഥിച്ച് ഒന്നും നടന്നിട്ടില്ല. ഇതിനോടകം ഇവർ കൊന്തയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇവർക്കൊരു അനുഭവം കിട്ടിയില്ല. എന്നാൽ പോയി അത് ചെയ്തു, ഇത് ചെയ്തു, കൃത്യമായ ഉത്തരം കിട്ടി. ശക്തിയുണ്ടോ? ഇല്ലയോ? ശക്തിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതൊന്നും ചിന്തിച്ചിരിക്കേണ്ട. നിയമാവർത്തന പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന്
ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് അജ്ഞാതരായ ദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം, അവരെ സേവിക്കാം എന്നവൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്കുകൾ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവിൻ. നിങ്ങളെ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും വാക്കുകൾ കേൾക്കുകയും അവിടുത്തെ സേവിക്കുകയും അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുവിൻ. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്നതിൻ്റെ ഭാര്യയോ ആത്മസുഹൃത്തോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചെല്ലാം എന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് വരാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. എന്തുകൊണ്ടാണ് നമുക്കിതിന് പോകാൻ അനുവാദം ഇല്ലാത്തത്? ബിക്കോസ് യു ആർ ഇസ്രായേൽ. നീ ഉടമ്പടി പൈതലാണ്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. കൈനോട്ടമായാലും രാഹുകാല നോട്ടമായാലും മുഹൂർത്തം നോക്കാനാണെങ്കിലും ശകുനം നോക്കാനാണെങ്കിലും നിന്റെ ദൈവമായ കർത്താവ് അതിന് അനുവദിച്ചിട്ടില്ല. എഴുന്നേറ്റ് നിൽക്കാം. ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ഒരു അഭിഷേകത്തിൻ്റെ പ്രവാഹം ഈ ദാസീദാസന്മാരുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ. ഇവരുടെ ഹൃദയങ്ങളിൽ കാലങ്ങളായി സാത്താൻ പടുത്തുയർത്തിയിരിക്കുന്ന അന്ധകാര കോട്ടകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴട്ടെ. ദൈവകൃപയുടെ ഒരു പുത്തൻ പ്രവാഹം ഇവരുടെ ജീവിതങ്ങളിലേക്ക് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവമക്കളോ ഇവരുടെ മാതാപിതാക്കന്മാർ ഇവരുടെ മക്കളോ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒന്നാം പ്രമാണ ലംഘനം ചെയ്ത് ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ പരിണതഫലമായി ഈ ദൈവമക്കളും കുടുംബങ്ങളും അന്ധകാര ബന്ധനത്തിലാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അന്ധകാര പീഡകൾ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 16:4. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ അരികിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ആ രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കഠിന തരത്തിലുള്ള പൈശാചിക പിടകൾ, ദുർസ്വഭാവങ്ങൾ, മദ്യപാനം, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, കഠിന പൈശാചിക പീഡകളാൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ വിടുതലിനായി പ്രാർത്ഥിക്കുവിൻ. പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ ശക്തി പുറപ്പെട്ട് വിടുതലിനായി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിമിഷമാണിത്. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ അത്ഭുതകരമായ ശക്തി പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവമക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ ശക്തി ഈ രോഗികളുടെ മേലും കുടുംബാംഗങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഇപ്പോൾ കണ്ണുനീരിലും വലിയ പൈശാചിക പീഡകളിലും അന്ധകാരത്തിൻ്റെ ഭാരങ്ങളിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.